ഹലോ. അപ്പോൾ രാവിലെ 6 മണിയായിട്ടുണ്ട് കേട്ടോ. ഒരു സ്ഥലം വരെ പോവാണ്. റിത് നല്ല ഉറക്കമാണ്. ഇവളെ കാണാണ്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇന്നാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ട്രയൽ നമ്മുടെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് നടക്കുന്നത്. ട്രയലാണ് കേട്ടോ. അപ്പോൾ ഏവൂർ ഗ്രൗണ്ടിലാണ്. അത്യാവശ്യം ഇവിടുന്ന് നല്ല ലോങ് ആണ്. അതുകൊണ്ടാണ് പപ്പ വിട്ടടിച്ച് പോകുന്നത്. കാരണം ഓൾറെഡി നമ്മളോട് 6 മണി ആകുമ്പോൾ അവിടെ എത്തണമെന്ന് പറഞ്ഞു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ 6:30 അതുകൊണ്ട് നന്നായിട്ട് വിട്ടടിച്ചാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ കായംകുളം ഹൈവേയിലെത്തി. ഇവിടെ പാലത്തിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് പോകാൻ വേണ്ടിയിട്ട്. നല്ല മഴക്കോളും ഉണ്ട്. അപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ട് പോകും. അപ്പം മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഗ്രൗണ്ടിലെത്തണം. അപ്പോൾ വഴി അറിയില്ല, ചോദിച്ചും പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ പോയത്. അങ്ങനെ ഫൈനലി നമ്മൾ ഗ്രൗണ്ടിലെത്തി. ഇവിടെ വന്നപ്പോൾ എൻ്റെ കിളി പാറി ഗൈസ്. കാരണം ഞാൻ ഓർത്തത് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ വരുന്ന കുറച്ച് പിള്ളേരുണ്ടല്ലോ, അവർ മാത്രമേ ഉള്ളൂ എന്നാണ് ഓർത്തത്. ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലായത് 3 ഡ്രൈവിംഗ് സ്കൂളിലെ പിള്ളേരും കൂടെ ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേന് അത്യാവശ്യം എൻ്റെ കോൺഫിഡൻസ് എല്ലാം എങ്ങോട്ടോ ചോർന്നു പോയി. അങ്ങനെ എൻ്റെ ഊഴം വന്നിട്ടുണ്ട്. കാണുമ്പോൾ അത്യാവശ്യം കൂളായിട്ട് കയറി പോകുന്നുണ്ടെങ്കിൽ നല്ല ടെൻഷനിലാണ് കേട്ടോ പോയത്. അവിടെയാണ് എനിക്ക് എപ്പോഴും പോകുന്നത്. അപ്പോൾ എല്ലാവരും പറയും KG 8 എടുക്കണം എന്നൊക്കെ പറയും. അതുപോലെയൊക്കെ 8 എടുത്തിട്ട് എന്തോ എനിക്ക് അവിടെ വരുമ്പോൾ ഫ്ലോപ്പായി പോകുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ച് പഠിച്ചുകൊണ്ട് തന്നെ ഈ വണ്ടി ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്ങനെയോ ഉള്ള ദൈവങ്ങളെയൊക്കെ വിളിച്ചിട്ടാണ് ഈ പോകുന്നത്. അതുകൊണ്ടാണോ എന്നറിയില്ല, ഈ ഒരു റൗണ്ട് കറക്റ്റായി വന്നു. ഒരു റൗണ്ട് കറക്റ്റായി വന്നപ്പം ചോർന്നു പോയ കോൺഫിഡൻസൊക്കെ എവിടെ നിന്നൊക്കെയോ പിന്നെ തിരിച്ച് വന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കിൽ നമുക്ക് റോഡിൻ്റെ ടെസ്റ്റും ഉണ്ടായിരുന്നു. റോഡിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞ് വന്നിട്ടുള്ള റൗണ്ടാണ് കേട്ടോ ഇത്. അതിലെനിക്ക് ഒട്ടും പറ്റുന്നില്ല. കാരണം നന്നായിട്ട് സമയം പോയിട്ടുണ്ടായിരുന്നു. നമുക്കിങ്ങനെ ഡിലേ ആകുമോ അല്ലെങ്കിൽ ഇത്രയും ലേറ്റ് ആകുമോ എന്നറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഋതുവിൻ്റെ ചിന്തയായിരുന്നു മനസ്സിലായത്. കാരണം അമ്മ കൂടെ ഉണ്ടെങ്കിലും എന്തോ ഒരു ടെൻഷൻ അവിടെ കാര്യം ഓർക്കും. ഇത്രയും സമയം ആയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ടെൻഷൻ. അതുകൊണ്ട് എനിക്ക് ഒട്ടും പറ്റിയില്ല ഈ റൗണ്ടിൽ. ഒരു പ്രാവശ്യം പോലും കാല് കുത്താണ്ട് ഓടിച്ചില്ല. ഫുൾ അവിടെ വരുമ്പം കാല് കുത്തിയാണ് കേട്ടോ പോകുന്നത്. പിന്നെ റോഡ് ടെസ്റ്റ് കഴിഞ്ഞ് വന്നതിൻ്റെ ചെറിയൊരു ക്ഷീണം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒട്ടും ശരിയായില്ല ഈ റൗണ്ടിൽ. അങ്ങനെ പോയി ഈ പോകുന്ന പോക്ക് ഒരു വലിയൊരു ട്വിസ്റ്റിലേക്കാണ് ഗൈസ്. നല്ല സ്മൂത്തായിട്ടൊക്കെ വളവെടുത്തിട്ടൊക്കെ കയറി പോയതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, അവിടെ ചെന്ന് കമ്പിൽ ചെന്ന് അടിച്ച് താഴെ ഇട്ടു. അപ്പോൾ അവിടെ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇച്ചിരിയോടെ മാറിയായിരുന്നെങ്കിൽ അപ്പുറത്തെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ ചെന്ന് ഇടിച്ച് നിർത്തിയാനുമായിരുന്നെന്ന്. എന്തായാലും 21st ഡേറ്റ് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ. അന്ന് എന്താകുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.